ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഈവനിങ് വ്ളോഗായിട്ട് താമസിക്കുന്ന തൊട്ടടുത്തുള്ള മുഷ്രിഫ് മാളിൽ പോയിട്ടുള്ള ഒരു വ്ളോഗ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണേ. ഈ ഒരു വ്ളോഗ് ചെയ്യാൻ തന്നെ ഉള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല. ഒരു ദിർഹംസ് കൊണ്ട് നമുക്ക് കുട്ടികളെ എന്തുമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരുപാട് പേര് വിസിറ്റിങ്ങിനും ഒക്കെ ആയിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ടാവും, പക്ഷെ അധികം ആൾക്കാർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അറിയണവര് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിർഹംസ് വെച്ചിട്ട് മക്കളെ ഒരു വീക്കിൽ 1 ഡേ എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാൻ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ സ്പാർക്കീസിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചില റൈഡുകളിൽ ഒരു ദിർഹംസേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഈ റൈഡ്സിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് 20, 30, 15 ദിർഹംസ് ഉണ്ട്. ഈ ചൊവ്വാഴ്ച മാത്രം ഇതിന് ഒരു ദിർഹംസേ ഉള്ളൂ. പാക്കീസിന്റെ മറ്റ് ഔട്ട്ലെറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പോയിട്ടുള്ളത് മുഷ്രിഫ് മാളിന്റെ ഔട്ട്ലെറ്റിലാണ്. എല്ലാ ചൊവ്വാഴ്ച ഒന്നും പോക്കില്ല, എപ്പോഴെങ്കിലും എക്സാമും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചൊവ്വാഴ്ച പോയതായിരുന്നു. അപ്പൊ ഞാൻ ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതിപ്പോ ഒരു 4 മണി ആ ഒരു ടൈം തൊട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോളെ ഉറക്കിയതിന് ശേഷം ഉറക്കണത് തൊട്ടിട്ടുള്ള ഒരു വീഡിയോസാണ് ചെയ്യണത്. അപ്പോൾ അത് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ, ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളെ ബീബൂസിനെ ഉറക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് മഗ്‌രിബിന് ശേഷം ഒന്ന് പുറത്തിറങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ കുട്ടികളായിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ബീബൂസിനെ ഉറക്കി ഇങ്ങനെ കള്ളന്മാരെ പോലെ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കിച്ചണിക്ക് പോവുകയാണ്. അപ്പോൾ ഇബു ഇപ്പോൾ ഖുർആൻ ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അവന് ഖുർആൻ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ വരുന്ന സമയമാകുമ്പോഴേക്കിന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ബ്രെഡും പായവും മുട്ടയും കൂടെ വെച്ചിട്ട് ഒരു ചെറിയ ദോശ പോലുള്ള ഒരു സ്നാക്സ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് അവനക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു വേറെ പാത്രത്തേക്ക് മാറ്റിയാണ്. ഇതിൽ നമ്മൾ മുട്ടയും പിന്നെ ബ്രെഡും വാനില എസൻസ് ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന്, നമ്മൾ ചോക്ലേറ്റ് സിറപ്പും കൂടെ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ വെറുതെ ജസ്റ്റ് അവർക്കൊന്ന് വൈകുന്നേരം വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ അത് റെഡിയാക്കിയപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം, അവർക്ക് നാളെ സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അവർ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക. അവർ ആ സമയത്ത് ദോശ അല്ലെങ്കിൽ ചായ അങ്ങനത്തെ ഒന്നും കഴിക്കൂല. അപ്പം ഞാൻ കുറച്ച് പൊടിയരി കഞ്ഞി എടുത്തിട്ട് തലേദിവസം രാത്രി തന്നെ കഞ്ഞി വെച്ച് വെക്കും. എന്നിട്ട് രാവിലെ ചൂടാക്കിയിട്ട് അത് കൊടുത്തിട്ടാണ് സ്കൂൾക്ക് പറഞ്ഞയക്കല്. അപ്പോൾ അതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ എൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് ഈ ഒരു സിങ്കിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകുമ്പോൾ തന്നെ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും. വേറെ വെള്ളം പോകാനായിട്ട് വേറെ കണ്ടെയ്നറിൽ വെക്കലൊന്നുമില്ല, നേരെ ഞാൻ ഇതിലേക്ക് വെക്കൽ തന്നെയാണ്. അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളെ ബീബൂസ് നീറ്റും ചെയ്ത്. ഇതാണ് അവളെ ഉറക്കം. ഇത്തിരി സമയം ഉറങ്ങുള്ളൂ. ആ ഉറങ്ങുന്ന സമയം എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ നോക്കും. അപ്പോഴേക്കും അവൾ ഉമ്മാന്നും വിളിച്ചിട്ട് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇബുനും കൊണ്ടുപോകാനുള്ള പൊടിയരിക്കഞ്ഞി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കയ്യിൽ കഞ്ഞിയാണ്, അരിയാണ് ഞാൻ എടുക്കൽ കഞ്ഞി വെക്കാനായിട്ട്. അത് ഇബും കുടിക്കും, നിബും കുടിക്കും, ബീബുനും കൊടുക്കും. ഇവർക്ക് 3 ആൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അരി ഇതന്നെ ധാരാളം. 1/2 ഗ്ലാസ് വീതേ കൊടുക്കുള്ളൂ. അതന്നെ കുടിക്കാൻ ഭയങ്കര പാടാണ്. രാവിലെ അത്രക്ക് അവർ ഒരു 5:30 ടൈമിൽ ബസ്, 5:45 കറക്റ്റിന് ബസ് വരും. അപ്പോൾ ഒരു 5:15 ആ ടൈമിൽ അവരെ വിളിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ സ്കൂൾക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ തന്നെ ടിഫിനും കാര്യമായിട്ട് ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ ഈ പൊടിയരിക്കഞ്ഞി തലേ ദിവസം തന്നെ വെച്ചിട്ട് അത് രാവിലെ ചൂടാക്കിയിട്ട് കൊടുക്കലാണ്. പിന്നെ അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടാവും. അപ്പം ഞാനത് ബീബൂസ് നീറ്റ് വരുമ്പോൾ ബീബൂസിനും അങ്ങോട്ട് കൊടുക്കും. ഈ അരി കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊരു ചെറിയ അരിയാണ്. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനും അപ്പോൾ ഒരു എളുപ്പത്തിൽ അവർ ഇറക്കി കിട്ടും. നല്ല ചെറിയ പൊടിയാണ്. ഇവിടെ നിന്നൊന്നും ഇത്ര ചെറിയ പൊടിയരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടലില്ല. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഞാൻ
റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൻ വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഇത് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇപ്പം അത് ഞാൻ പൊടിയരിക്കഞ്ഞി വെക്കൽ കെറ്റൽ വെള്ളം തിളപ്പിച്ചിട്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് ഗ്യാസിൽ വെക്കൽ. അപ്പോൾ പെട്ടെന്ന് തിളച്ചിട്ടു. അപ്പം ഞാൻ പൊടിയരിക്കഞ്ഞി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സെക്കൻഡും പാർന്ന് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഒരു ഗോതമ്പ് ദോശൻ്റെ ഒക്കെ ഒരു ലുക്ക് തന്നെയാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല, പക്ഷെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബീബൂസ് നീറ്റ് വന്ന് അവളെ ഞാൻ റാക്കിൽ ഇരുത്തിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അവളിവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് മടക്കിയെടുത്താൽ മതി. ബീബൂസ് ഇവിടെ ഇരുന്ന് കളിക്കണുണ്ട്. ഇനി അവൾക്കൊരു ഇത്തിരി കഞ്ഞിയും കൊടുക്കണം. കഞ്ഞി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഞ്ഞിയാണ് കൊടുക്കണമെന്ന് അവൾ അറിയാതിരിക്കാൻ അവളെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കണം, എന്നാലേ പിന്നെ അവൾ അറിയാതെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവ കൊടുന്നതായിരുന്നു ഈ ബലൂണ്, വാട്ടർ ബലൂണ്. അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് കളിക്കുകയാണ് അവള്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കഞ്ഞി വയറ്റിലാക്കാനും നോക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കഞ്ഞി പകുതി മുക്കാലും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും, എന്നിട്ടൊന്ന് കുറച്ച് സമയം മൂടി വെക്കലാണ്. അപ്പം പിന്നെ ചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് ആ ചട്ടിയുടെ ഒരു ചൂടും വെച്ചിട്ട് കുറച്ചും കൂടെ സമയം അതിൽ തന്നെ ഇരുന്നിട്ട് അത് കുക്കാവും. അപ്പം ഞാൻ ബീബൂസിന് കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കഞ്ഞും റെഡിയായി, സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബീബുവിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കൊക്കെ കൊടുത്തു, അരിവ് ബാങ്കൊക്കെ കൊടുത്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇബു ഒരു ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ തന്നെ ഇബു വന്നിട്ടുണ്ടായിരുന്നു. കഞ്ഞി കൊടുക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അവളെ ഡ്രസ്സ് ചെയ്യിക്കുമ്പോഴും അവൾ ശ്രദ്ധിക്കാതിരിക്കുക, അവളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം, എന്നാലും അവൾ ശരിക്കും ഇരുന്ന് തരുള്ളൂ. ഇപ്പം ഞാനൊരു സ്പ്രേൻ്റെ ബോട്ടിൽ കൈ കൊടുത്തിട്ട് അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് ഇനി ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ഡ്രസ്സ് ചെയ്യലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ മുഷ്രിഫ് മാളിലോട്ടാണ് പോകുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബീബുവിനെ പിടിക്കാൻ കിട്ടൂല, അവൾ ഓടും. അവൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവളെ പിടിക്കാനേ കിട്ടൂല, അവൾ ഓടി കളിക്കും. അങ്ങനെ അതാ ഇബു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ ഞങ്ങൾ മുഷ്രിഫ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഷ്രിഫ് മാളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 7:15 ആ ഒരു ടൈമാണ് ആയിട്ടുള്ളത്. 7 മണി 7:15 ഉള്ളിലുള്ളൊരു സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മുഷ്രിഫ് മാളിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ അകത്തുള്ള പാർക്കിംഗ് തന്നെയാണ്. ഇവിടെ വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ കയറേണ്ട ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഉള്ളൊരു സംവിധാനമാണ് ഇത് കേട്ടോ. ഒരു ഇലക്ട്രിക് മെഷീനാണിത്. ജ്യൂസ് എടുക്കണ നമ്മൾ ആളൊന്നും ഇല്ലാത്തന്നെ നമുക്ക് പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഫിഷിൻ്റെ ഒരു അക്വേറിയത്തിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ ഇബുവിന് കുറച്ച് സമയം ഒന്ന് കറങ്ങിയതിന് ശേഷം ഇബു എപ്പോഴാണെങ്കിലും പിന്നെ മുഷ്രിഫ് മാളിൻ്റെ അകത്തേക്ക് പോരുള്ളൂ. ഇവിടുന്ന് 1-2 പ്രാവശ്യം നമ്മൾ മീൻ അവനക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ചെറിയ മീൻ, അവനക്ക് കുഞ്ഞു കുഞ്ഞു മീനാണ് ഇഷ്ടം. അപ്പോൾ ഇവിടുന്ന് ഈ കുഞ്ഞു മീനാണ് അവനക്ക് 1-2 പ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ഇവിടെ എന്തൊക്കെ പുതിയതായിട്ട് വന്നത് അതൊക്കെ ഒന്ന് കണ്ടിട്ടേ അവൻ ഇവിടുന്ന് പോവുള്ളൂ. ഈ ഷോപ്പിൻ്റെ ആൾക്കാർ ഇവർ മലയാളീസ് തന്നെയാണ്, നമ്മളെ ആ ഭാഗത്ത് ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരുപാട് ഐറ്റംസ് മീനുകളുണ്ട്. അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് 1-2 മീനൊക്കെ നമ്മൾ വാങ്ങി നോക്കിയപ്പോൾ അങ്ങനെ തോന്നി. പിന്നെ ഇവിടെ ഇബു പ്രത്യേകമായിട്ട് അവരുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കല് ആമനെയാണ്. ആമ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോണ സമയത്ത് ആമൊക്കെ ഉണ്ടായിരുന്നു. അവനക്ക് ഇങ്ങനത്തെ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇബുവിന്. ഈ കുഞ്ഞു മീനുകൾ ഇങ്ങനത്തെ മീനാണ് നമ്മൾ വാങ്ങിയത്. ഈ മീനൊക്കെ ഒരു 10 റംസിന് 4 എണ്ണം വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഈ കടയിൽ എല്ലാം ഉണ്ട് കേട്ടോ. പെറ്റായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഫുഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അവരെ കുളിപ്പിക്കണത്, കുഷിൻസ്, അങ്ങനത്തെ ഡോഗിൻ്റെത്, ക്യാറ്റിൻ്റെത് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് കയറി കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുക, നായനെയും കാറ്റിനെയും ഫിഷ്, പിന്നെ അതേപോലെ ബേർഡ്സ്, റാബിറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത്രയും കെയറായിട്ട് നമ്മൾ ശരിക്കും നമ്മളെ കുട്ടികളെ എങ്ങനെ നോക്കണോ അതേപോലത്തെ എല്ലാ ഫെസിലിറ്റീസും ഈ വക എല്ലാ പെറ്റ് അനിമൽസിനും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
എന്ത് ഭംഗിയാണെന്നറിയാം ഇതിൻ്റെ അകത്തുള്ള ഈ ഓരോ സാധനങ്ങളും. കാറ്റിൻ്റെ ഇതൊക്കെ കുഷിൻസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒക്കെ കാണാനും അവർക്ക് കളിക്കാനായിട്ടുള്ള ടോയ്സ്, അവരുടെ ഫുഡ്, അവരുടെ മിൽക്ക്, പിന്നെ അവരുടെ ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് കാണുമ്പോഴും നമ്മൾ എന്തൊരു വൃത്തിക്കാണ് അതൊക്കെ. നല്ല ക്വാളിറ്റി ഫുഡുകൾ, അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇങ്ങനെയൊക്കെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നോക്കണുണ്ടോ എന്ന് തോന്നും. ഇതൊക്കെ അവർക്ക് ഫിഷ് ബേഡ്സ് ഇവർക്കൊക്കെ ഉള്ള ഓരോരോ സാധനങ്ങളാണ്. ഇതൊക്കെ അക്വേറിയത്തിൻ്റെ അകത്ത് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഓരോരോ സാധനങ്ങളാണ്. ഇതിനെ കണ്ടാൽ നമുക്ക് ശരിക്കും നമ്മളെ നാട്ടിൽ ആ കുഞ്ഞ എലിൻ്റെ പോലെ തോന്നും. പക്ഷേ ഇതൊരു പെറ്റാണ്, ഒരു പെറ്റ് അനിമലാണ്. ഇത് നമ്മൾ ഈ കുട്ടികളെ കാർട്ടൂണിലൊക്കെ കാണും. മിക്കി മൗസിലുള്ള അതല്ല, വേറൊരു കാർട്ടൂൺ ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടണില്ല. ആ ഒരു അനിമലാണിത്. ഇത് ശരിക്കും ഇവിടെ അറബികളൊക്കെ ഇതിനെ, ഇംഗ്ലീഷുകാരും അറബികളൊക്കെ ഇതിനെ ശരിക്കും വളർത്തുന്നതാണ് അത്ര. നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നണം അതിനൊക്കെ. ഇതൊക്കെ അവരുടെ ടോയ്സും കാര്യങ്ങളും, പിന്നെ കാറ്റിൻ്റെയും ഡോഗിൻ്റെയും ഒക്കെ ടോയ്സ്, അവരുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാറ്റിനും ഡോഗിനൊക്കെയുള്ള കുഷിൻസൊക്കെ കാണാൻ തന്നെ എന്താ ഭംഗി. പിന്നെ ബേഡ്സിൻ്റെ കൂട്, പിന്നെ ഇതൊക്കെ അവരെ ഫുഡ് കാര്യങ്ങൾ, ഇതൊക്കെ അവരെ കുളിപ്പിക്കണേയും പിന്നെ അവർ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കണോ എല്ലാ കാര്യങ്ങളും ബേഡ്സിനും ആനിമൽസിനും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും കൂടുതലായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചില്ലാത്തതുകൊണ്ടാവും നമുക്കങ്ങനെ അറിയാത്തത്. ഇത് കണ്ടോ, ഇതൊക്കെ നായയുടെയും പൂച്ചൻ്റെയൊക്കെ ഫുഡാണ്. മിൽക്ക് പൗഡർ അങ്ങനത്തെ ഒക്കെ. ഇതാണ് നമ്മുടെ ഇബു അന്വേഷിച്ച് നടക്കുന്ന സാധനം, ആമ. ഇത് ഒരു കുഞ്ഞാമയാണ്. ഇതിലും ചെറിയൊരു ആമക്ക് 350 ദിർഹംസൊക്കെ വരും അത്ര അവർ പറയുന്നുണ്ട്. എന്നിട്ടും അതൊക്കെ വാങ്ങിക്കാനും അറബികളും ഇംഗ്ലീഷുകാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരും അതിനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട ചാക്കും കണക്ക് പോലെയാണ് ഓരോരോ പാക്കറ്റുകൾ പൂച്ചകളുടെയും ഡോഗ്സിൻ്റെ ഒക്കെ ഫുഡൊക്കെ ഇരിക്കണേ കാണാൻ. ഇതൊക്കെ ഓരോരോ ഐറ്റം ഫുഡാണ്, ഓരോരോ കമ്പനീൻ്റെ ഓരോരോ ഐറ്റം ഫുഡുകളാണ്. ഇതൊക്കെ അവരുടെ ഓരോരോ കളിക്കാനായിട്ടുള്ള ഓരോരോ കൂടുകളും പിന്നെ ടോയ്സുകളൊക്കെയാണ്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സാധനത്തിന് തന്നെ വരേണ്ടത് 195 ദിർഹംസാണ് അവരിട്ടിട്ടുള്ള പ്രൈസ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കാറ്റ്, ഫിഷ്, പിന്നെ ഡോഗ് അല്ലെങ്കിൽ റാബിറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും പെറ്റ് അനിമൽസിനെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എത്തിച്ചേരും, ഇങ്ങനെ കൊണ്ടുവച്ചൊക്കെ തരും. ഇതൊക്കെ കണ്ട പെറ്റിൻ്റെ പാഡാണ്. ഇതൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ, പെറ്റിനുള്ള പാഡൊക്കെ. ഇതൊക്കെ കുഷിൻസും അവരുടെ കൂടുകളും, നല്ല ഭംഗി നല്ല വൃത്തിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഓരോരോ കൂടുകളാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഏരിയയിലൊക്കെ ഉള്ളവർ എവിടെ കിട്ടും, മീനെ പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മീനയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മുഷ്രിഫ് മാളിൽ നമ്മൾ കയറി ചെല്ലണ ആ ഒരു എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ അടുത്ത് ഇത് അവൈലബിൾ ആണോ എന്നുള്ളത്. ഇവിടെ അക്വേറിയം ഏത് സൈസിലുള്ളതാണെങ്കിലും വലിയതോ ചെറുതോ മീഡിയം സൈസ് ഏത് സൈസിലുള്ള അക്വേറിയം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ അക്വേറിയങ്ങളാണ്, ഇങ്ങനെ പല സൈസിലുള്ള അക്വേറിയങ്ങളാണ്. പിന്നെ അക്വേറിയത്തിലിടുന്ന മണ്ണ് പോലുള്ള ആ ഒരു കല്ല് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഫിൽറ്റർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ കൂടെ പോയപ്പം ഇബു ഇങ്ങനെ അവിടെ കയറുക എന്ന് പറഞ്ഞുകൊണ്ട് ആമനെ കണ്ടപ്പോൾ കയറിയപ്പോഴാണ് ജസ്റ്റ് ഇതിന്റെ കൂടെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടില് നമ്മള് ഒരുവിധം കുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ടാവുമല്ലോ ഗപ്പി, ആ ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുള്ള ഗപ്പീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ റാബിറ്റിന്റെ ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പാക്കീസിലേക്ക് പോവാണ്. അതിലിടക്ക് ഇബും വെറുതെ ജസ്റ്റ് ഒന്ന് മസാജ് ഇടുന്ന ഈ സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ സീറ്റ് കണ്ടപ്പോഴേ രസമായി തോന്നിയപ്പോൾ കയറിയിരുന്നതാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ലിഫ്റ്റിൽ കയറിയാലും ഇവിടെ ലിഫ്റ്റ്
ലിഫ്റ്റിൽ കയറിയാലും ഉണ്ട് ഒരു അക്വേറിയം. അത് നല്ല വലിയ ഫിഷാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ബീബൂസിന്റെ ട്രോളി ഉള്ള കാരണം നമ്മൾ എപ്പോഴും ലിഫ്റ്റിന് കയറാനാണ് നോക്കല്. കണ്ടോ, ഇവിടെ ഈ ലിഫ്റ്റിന്റെ കൂടെ തന്നെ ഉള്ളൊരു അക്വേറിയാണ് ഇത്. ഇതിൽ നല്ല വലിയ ഫിഷാണ് നമുക്ക് കാണാൻ പറ്റുക. അക്വേറിയം എവിടെ കണ്ടോ അവിടൊക്കെ ഇബും നിബും ഉണ്ടാവും. ഇതൊക്കെ ലിഫ്റ്റിന്റെ അകത്താണ് കേട്ടോ. നമ്മള് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ നേരെ പോകുന്നത് അതാ സ്പാർക്കീസിലേക്കാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയാണ് മൊത്തം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇവിടെ ഒരു ഓഫർ ഉണ്ട്. ഒരു വിധം റൈഡ്സിലും കളിക്കണ ഗെയിംസിനൊക്കെ 1 ദിർഹംസേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം പോയി നോക്കണം. പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോയി നോക്കണം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ 1 ദിർഹംസിന് ഇത് നമ്മൾ കുട്ടികളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്പാർക്കീസിന്റെ ഒരു കാർഡ് വേണം. ആ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ദിർഹംസ് ആണ്. 200 ദിർഹംസ് വെച്ച് നമ്മളൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാർഡ് എടുക്കണം. നമുക്ക് ഈ കാർഡിൽ ഈ 200 ദിർഹംസ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കാശ് കയറ്റി കൊടുത്താൽ മതി. എത്ര 10 ദിർഹംസ് 20 ദിർഹംസ് ഒക്കെ കയറ്റി കൊടുക്കാൻ പറ്റും. ഈ കാർഡ് എനിക്ക് എൻ്റെ ബ്രദർ തന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കാശ് കയറ്റി കൊടുത്ത് യൂസ് ചെയ്യലാണ് ചെയ്യല്. കണ്ടോ, ഇതാണ് കാർഡ്, പാക്കീസിന്റെ കാർഡ്. ഇതിവിടെ കുറച്ച് നമ്മൾ അൽവാദ മാൾ അങ്ങനെ ഏതൊക്കെ 2-3 മാളിലൊക്കെ സ്പാർക്കീസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിതിൽ എത്ര ബാലൻസ് ഉള്ളതെന്ന് നോക്കിയിട്ട് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ പൈസ കയറ്റി കൊടുക്കണം. ഈ ഒരു കാർഡ് വെച്ച് നമുക്ക് ഇവരെ ഏത് ഔട്ട്ലെറ്റിൽ പോയിട്ടും നമുക്ക് ഇതുപോലെ കുട്ടികളായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യിക്കാൻ പറ്റും. അപ്പം നമ്മളിതിൽ കാശൊക്കെ കയറ്റി ഇനി അവരായിട്ട് പോവുകയാണ്. നമ്മൾ വലിയ റേറ്റുള്ള ഗെയിംസിലൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ കാണിക്കും ഈ ഒരു ഗെയിമിന് എത്ര ദിർഹംസ് ആണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് പല റേറ്റിൻ്റെ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 1 ദിർഹംസിൻ്റെതും 10 ദിർഹംസിൻ്റെതും 7 ദിർഹംസിൻ്റെതും അങ്ങനെ വലിയ ദിർഹംസിൻ്റെതൊക്കെ ഉണ്ടാവും. 1 ദിർഹംസിൽ കുറഞ്ഞിട്ടുള്ള എന്താ പറയുക റൈഡ്സും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് 1 ദിർഹംസിൻ്റെ ആണ്. എന്നിട്ട് നമ്മൾ ഈ കാർഡിന്റെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാർഡിലുള്ള ബാലൻസ് കാണിക്കും. പിന്നെ അപ്പോൾ അത് ഓപ്പൺ ആക്കി തരും ചെയ്യും. അപ്പോൾ നമ്മളെ കാർഡിൽ നിന്ന് 1 ദിർഹംസ് ലെസ് ആയിട്ടുണ്ടാവും. ബാക്കി ബാലൻസ് ആണ് നമുക്ക് കാണിച്ചു തരിക. ഈ ഒരു സംഭവം ചിലപ്പോൾ ചില വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാർക്കും അങ്ങനൊന്നും, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണവർക്ക് തന്നെ അധികം അറിയണമെന്നില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊന്നും ഇതൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ അവരെ കൊണ്ടുപോക്കില്ലായിരുന്നു. ഈ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കണ ഈ ഒരു വില്ലയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ അറിയേണ്ടത്. ഒരു ഫാമിലി പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തേലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവും. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇതിൽ കയറണമെങ്കിലും 20ഉം 30ഉം ഒക്കെ ദിർഹംസ് ആവും. ഇതിപ്പോൾ നമുക്ക് 1 ദിർഹംസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1 ദിർഹംസ് വെച്ചിട്ട് ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് മക്കളായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബോറടി ഉണ്ടാവില്ല. എന്നും സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ലോണം പഠിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് കൊടുന്നു കഴിഞ്ഞാൽ അവർക്കും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അവർ ഹാപ്പി ആവും, നമുക്ക് വലിയ കാശും ആവില്ല. നിങ്ങൾ വിചാരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതെന്താ അപ്പോൾ 1 ദിർഹംസ് ഉള്ളതിൽ മാത്രം കയറ്റണമെന്ന്. പക്ഷെ നമ്മളിപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് പറയാൻ ഇഷ്ടം ഏറ്റവും കുറച്ച് പൈസ ആവണത്, അല്ലെങ്കിൽ അധികം ഹൈ പ്രൈസിലുള്ള കാര്യങ്ങളൊന്നും അധികം ആൾക്കാർക്കും വല്ലാതെ സ്യൂട്ടബിൾ ആവില്ലല്ലോ. നമ്മളൊക്കെ ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ നമ്മൾ കൂടുതലും സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുപോകാനൊക്കെ നോക്കല്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നത് അധികമായിരിക്കും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ 1 ദിർഹംസിൻ്റെ ഈ ഒരു ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എന്താ വെച്ചാൽ ഞാൻ പോലും ഈ അടുത്താണ് അറിയണത്. ഇതൊക്കെ എന്നോ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പോലും ഈ അടുത്താണ് അറിയണത്. അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഡേയ്സിലും ഇല്ല, ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ ഇത്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ കുട്ടികളായിട്ടൊക്കെ വന്നാലും എല്ലാ റൈഡ്സിലും കയറാനും ഒക്കത്തിനുള്ളൊരു ചാൻസ് ഒക്കെ കിട്ടലൊക്കെ ഉണ്ട്. തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ. നമ്മളിപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇവരായിട്ട് ഇവിടെ പോകുന്നത്. ഈ ഒരു ഗെയിമൊക്കെ 1 ദിർഹംസേ ഉള്ളൂ. അവരിപ്പോൾ ഈ കളിക്കണ ഈ ഒരു ഗെയിമൊക്കെ 1 ദിർഹംസേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടിച്ചിട്ട് വലിയ ആൾക്കാരും ഉണ്ടാവും ചെറിയ കുട്ടികളും ഉണ്ടാവും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ കൂട്ടി മുട്ടിയിട്ടും ഇടിച്ചിട്ടും നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ അവർ കേരളത്തിലുള്ള ഒരു റൈഡാണ് ഇത്. ഇവിടെയും ഒരു ദിറംസേ ഉള്ളൂ. ഇങ്ങനത്തെ നമുക്ക് സേഫ്റ്റി ആയിട്ട് തോന്നണേലൊക്കെ കയറ്റലുണ്ട്. പക്ഷെ ചിലത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, തല കറങ്ങണ പോലെ തോന്നും. അപ്പോൾ അവർ അതിൽ അങ്ങനെ കയറ്റലില്ല. ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ അവർ കയറലുണ്ട്. അവരൊറ്റയ്ക്ക് തന്നെ കയറിയിട്ടിരിക്കും. ഇതൊക്കെ ഒരു ദിറംസേ ഉള്ളൂ. ഇത് ഇവിടെ അവർ നല്ല സേഫ്റ്റിയാണ് കേട്ടോ. അവർ കുട്ടിയോള് കയറി ഇരുന്നതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് എല്ലാവരുടെയും സീറ്റ് ബെൽറ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഈ റൈഡ്സ് ഓൺ ആക്കുള്ളൂ. എല്ലാം കറക്റ്റിന് നോക്കിയതിന് ശേഷം ചെയ്യുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ നല്ലോണം ശ്രദ്ധിക്കും. എല്ലാത്തിനും ഒരു നിശ്ചിത ടൈം ഉണ്ട്, ഇത്ര മിനിറ്റ് എന്നുണ്ട്. ആ ഒരു മിനിറ്റ് ടൈം ആവുമ്പോൾ അത് ഓഫ് ആക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അതും ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് പോയി നോക്കാം. മറ്റു മാളുകളിലും ഇപ്പോൾ മദീന സയ്യിദ് മാൾ അങ്ങനത്തെ മാളുകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പാക്കീസിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റിൽ ഇത് എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊക്കെ നമുക്ക് പാരൻസിനും വേണമെന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഇരിക്കാം. ചെറിയ മക്കളാണെങ്കിലും അവരെ കൂടെ പാരൻസിനും ഇരിക്കാം. ഇതൊക്കെ ഒരു ദിറംസേ വരുന്നുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ 35-20 ദിറംസ് ഇതിനായിട്ട് അവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഒന്ന് പോയി നോക്കുക. എന്തായാലും മക്കൾക്ക് ഇഷ്ടാവും. നെക്സ്റ്റ് അവർ കയറിയിട്ടുണ്ടായിരുന്നത് ഈ റൈഡ്സിലാണ്. ഇതിനും ഒരു ദിറംസേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ദിറംസിൻ്റെ മാത്രമേ കാണിക്കണുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ദിറംസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കാണിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് 1 ദിറംസിൻ്റെ മാത്രം എടുത്ത് പറയണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് ഇതാ കാർ റേസിങ്ങിൻ്റെ ഒരു ഗെയിമാണ് കളിക്കേണ്ടത്. ഇതെല്ലാം 1 ദിറംസാണ്. ഇങ്ങനത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ട് 1 ദിറംസിൻ്റെ തന്നെ. കുറേ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനത്തെ സ്ക്രീനിൽ നമ്മൾ കുട്ടികൾ കളിക്കണ റൈഡ്സ് ഗെയിമുകൾ, കാർ ഗെയിമും സ്കൂട്ടർ ഗെയിമും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഗെയിംസുകൾ. ഏതൊരു ഗെയിമാണെങ്കിലും അതിൻ്റെ ആ ടൈം കഴിഞ്ഞാൽ ഓഫ് ആവും. 1 ദിറംസിന് നമുക്ക് ഇത്ര ടൈം ഉണ്ടാവും എല്ലാ ഗെയിംസിനും. ആ ഒരു ടൈം ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. പിന്നെ നമ്മൾ വീണ്ടും 1 ദിറംസ് ഇട്ട് കൊടുക്കണം. ഇതൊന്നും കളിക്കാനൊന്നും അറിയൊന്നുമില്ല അവർക്ക്. എന്നാലും വേണ്ടിയില്ല, അതൊക്കെ കണ്ടാലൊന്ന് കയറി ഇരിക്കണം, കളിക്കണം. അങ്ങനെയൊക്കെയാണ്. കളിക്കണമൊന്നും കറക്റ്റൊന്നും അല്ല. അങ്ങനെ അവർ 2-3 കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ ഗെയിംസൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു 9:30 ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങണ മുന്നേ തന്നെ ഞാൻ അത് വീഡിയോയിൽ എടുക്കാനായിട്ട് മറന്നു പോയതാണ്. ഇവിടെ നല്ല ഏതൊരു ഔട്ട്ലെറ്റിലും മാക്ഡൊണാൾഡിൻ്റെ ഷോപ്പുണ്ട്. അവിടെ ആ ഷോപ്പിൽ നമുക്ക് 1 ദിറംസിന് ഐസ്ക്രീമും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇവിടുന്ന് 1 ദിറംസിൻ്റെ ഐസ്ക്രീമും കഴിച്ച് പിന്നെ അതാ ഒരു 9:30 ആ ഒരു ടൈമിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയാണ്. അപ്പം ഇങ്ങനെ പോരിൻ്റെ വഴിയിലൊരു ഷോപ്പിൽ കുട്ടികളെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ള കളിയൊക്കെ കാണിച്ചിട്ട് ഒരു ടോയ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവർ കുട്ടികളെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നാണിത്. അപ്പോൾ ടോയ്സൊക്കെ കണ്ടപ്പോൾ രണ്ടാളും കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്ന് അതിലൊക്കെ ഒന്ന് കളിച്ചു നോക്കി. അതിനൊക്കെ ശേഷമാണ് പോകുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വെച്ചാൽ തന്നെ കുട്ടികൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ കുറച്ച് പണിയാണ് ഇക്കാരം. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ട് അതിന്മേലൊക്കെ ഒന്ന് കളിച്ച് അതിനുശേഷം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ ഇപ്പോൾ എന്താ ഇപ്പോൾ കാര്യമായിട്ടുള്ളത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ സോറിയിട്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ അറിയാത്ത ചില ആൾക്കാരുണ്ടാവും. ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അവരെ കുട്ടികളായിട്ട് ഇങ്ങനെ പോവാൻ അവർക്ക് ഇത് നല്ലതാണെന്ന് തോന്നിയാൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ എന്നും സ്പാക്കീസ് തന്നെ ഒന്നല്ല, എല്ലാ ചൊവ്വാഴ്ച സ്പാക്കീസിലൊന്നല്ല കേട്ടോ കുട്ടികളായിട്ട് പോവലേ ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു ടൈമിൽ മാത്രമേ പോക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക്
നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനിയും നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല വീഡിയോസും നല്ല നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.